ഹലോ ബ്രെഡ് ഉണ്ടോ കയ്യിൽ? അപ്പോൾ ചീസ് ഇത് രണ്ടും കയ്യിലുണ്ടെങ്കിൽ ബാക്കി ഞാൻ പറയുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങളുടെ അടുക്കളയിൽ എന്തായാലും ഉണ്ടാകും. ഉള്ളി, തക്കാളി, ക്യാരറ്റ്, വേണമെങ്കിൽ കുക്കുംബറും ആഡ് ചെയ്യാം. എൻ്റെ കയ്യിൽ കുക്കുംബർ ഉണ്ടായിരുന്നില്ല, ഞാൻ ആഡ് ചെയ്യുന്നില്ല. ഇതെല്ലാം കൂടി ഒരു ചോപ്പറിലിടുക, നന്നായി ചോപ്പ് ചെയ്തോളൂ. എന്നിട്ട് അതിലേക്ക് കുരുമുളക് പൊടി ആൻഡ് ഉപ്പ് ഇത്തിരി കുറച്ചിട്ടാൽ മതിയാകും, കാരണം ചീസാണ് ഉള്ളത്. അപ്പോൾ ഇവിടെയും കൂടി ആ ചീസിൻ്റെ ഉപ്പും കൂടി ആകുമ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടും. നന്നായി മിക്സ് ചെയ്യൂ. ആ മിക്സ് എടുത്തിട്ട് ഞങ്ങളുടെ ഫസ്റ്റ് ബ്രെഡിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു ചീസ് സ്ലൈസ് എടുക്കൂ. എന്നിട്ട് നെക്സ്റ്റ് ബ്രെഡ് അതിൻ്റെ മേലേക്ക് വെച്ചോളൂ. ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്യാം. ഒരു ഫ്രൈയിങ് പാൻ എടുക്കൂ. അതിലേക്ക് ബട്ടർ ആഡ് ചെയ്യൂ. ഇതൊന്ന് മെൽട്ടായി വരുമ്പോഴേക്കും ഞങ്ങളുടെ ബ്രെഡ്സ് ആഡ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. പിന്നെ വളരെ സ്ലോ കുക്കിംഗ് പ്രോസസ്സ്. തീ നന്നായി കുറച്ച് വെച്ചോളൂ, സിമ്മിലിട്ടോളൂ. മെല്ലെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്, മെല്ലെ എടുത്ത് വെച്ചോളൂ ആൻഡ് മെല്ലെ ടോസ്റ്റ് ചെയ്തോളൂ. ചീസ് നന്നായി മെൽട്ടാവണം, പക്ഷെ ബ്രെഡ് കരിയാനും പാടില്ല. അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് രണ്ട് സൈഡും മെല്ലെ മെല്ലെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ ടോസ്റ്റ് ഒന്ന് ഉണ്ടാക്കാം. ദാറ്റ്സ് ഓൾ. ഇപ്പോൾ പറയൂ, ഇതൊരു ക്വിക്ക് റെസിപ്പി അല്ലേ? വേണമെങ്കിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം, കുട്ടികളുടെ ലഞ്ച് ബോക്സ്, സ്നാക്ക് ബോക്സ്, ഈവനിങ് ടീക്ക് വരെ ഞങ്ങൾക്കിത് ഉണ്ടാക്കാം. സോ രണ്ട് സൈഡും നമ്മുടെ ബ്രെഡ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഐ മീൻ ഗോൾഡൻ ബ്രൗൺ, നോട്ട് ബ്രൗൺ, ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ആൻഡ് ഞാനിതാ രണ്ട് ബ്രെഡ്സും ഇങ്ങനെ നടുക്കെ കൂടി ഒന്ന് സ്ലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. യെസ്, സാൻഡ്വിച്ച് ഇസ് റെഡി. താങ്ക് മീ ലേറ്റർ. ബൈ.